ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ റീസെൻ്റ്ലി ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു സൈറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ഹോം ഫർണിഷിങ്സിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ? കമോൺ ഫോളോ മീ. ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് പ്ലസ് ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസിൽ നമ്മൾ മെയിൻലി ചെയ്തിട്ടുള്ളത് റിപ്പിൾ ഫോൾഡഡ് കർട്ടൻസ് ആണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മോഡലാണ് റിപ്പിൾ ഫോൾഡഡ് കർട്ടൻസ്. സോ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വെൽവെറ്റ് ഫാബ്രിക് ആണ്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല വേവ് ആയിട്ട് എന്താ കർട്ടൻസ് നിൽക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ബാക്കിലായിട്ട് ഓഫ് വൈറ്റ് ഷെയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ചെറിയൊരു ഗ്രെയിൻസ് വരുന്നൊരു ഫാബ്രിക്കാണ് ഇത് ഓഫ് വൈറ്റിൽ. ഈ ഒരു ഡൈനിങ് സ്പേസിനെ മെയിൻ ഹൈലൈറ്റ് ചെയ്യിക്കുന്നത് ഈ ഒരു ടേബിൾ തന്നെയാണ്. 8 സീറ്റർ ഇറ്റാലിയൻ മാർബിളിൽ വരുന്ന ടേബിളാണിത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, വളരെ മനോഹരമായ ടെക്സ്ചർ പെയിൻറ്റും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ റോമൻ ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പെയിൻറ്റിലേക്ക് മാച്ചായി വരുന്നിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് വാൾ നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു സ്പേസ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് നോക്കുന്ന ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ യൂസ് ചെയ്തിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയുള്ള കർട്ടൻസ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്, റിപ്പിൾ ഫോൾഡഡ് കർട്ടൻസ്. സോ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു ടെക്സ്ചർ പെയിൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു എൻ്റർടൈനിങ് സ്പേസ് ആണിത്. ഇവിടുത്തെ നമ്മളെ ഫ്രീ ടൈംസ് ഒക്കെ സ്പെൻഡ് ചെയ്യാനും ഒന്ന് ടി വി ഒക്കെ കണ്ടൊന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. അതേപോലെ തന്നെ ഈ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ ഒരു 3D എഫക്റ്റ് കിട്ടുന്നുണ്ട് ആ പെയിൻറ്റിങ്സിൽ. ഡബിൾ ഹൈറ്റ് വരുന്ന ഈ ഒരു സ്പേസിൽ മാനുവലി കർട്ടൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മോട്ടറൈസ്ഡ് കർട്ടൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ നമുക്ക് റിമോട്ട്ലി ഇത് ആക്സസ് ചെയ്യാൻ പറ്റും.